നമസ്തേ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന വ്യക്തിത്വങ്ങളെ, ഗുരുതുല്യരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, എൻ്റെ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ആലുവ അദ്വൈതാശ്രമത്തെക്കുറിച്ച് ലേശം ഈ വേദിയിൽ നിങ്ങളുമായി സംവദിക്കാൻ ഭാഗ്യം ലഭിച്ചത് ഭഗവാന്റെ കാരുണ്യമെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ എൻ്റെ എളിയ വാക്കുകൾ സമർപ്പിച്ചുകൊണ്ട് തുടങ്ങിക്കൊള്ളട്ടെ. 1914 കാലഘട്ടത്തിൽ എറണാകുളം ജില്ലയിലെ ആലുവയിൽ പുണ്യനദിയായ പെരിയാറിന്റെ തീരത്ത് ശിവരാത്രി മണൽപ്പരപ്പിന് സമീപം ഗുരുവിന്റെ പുണ്യപാദ സ്പർശം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യഭൂമിയിൽ ഗുരു സ്ഥാപിച്ച ആശ്രമമാണ് ആലുവ അദ്വൈതാശ്രമം. 1912 വർക്കലയിൽ ശാരദ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം ആലുവയിൽ ഒരു ആശ്രമം സ്ഥാപിക്കുവാനായി ഗുരു തീരുമാനിക്കുകയായിരുന്നു. ആദ്യം ഒരു പർണശാലയും തുടർന്ന് ഒരു മഠവും ഗുരു സ്ഥാപിച്ചു. ജാതിമത ഭേദമന്യേ എല്ലാ വിദ്യാർത്ഥികൾക്കും സംസ്കൃതം പഠിക്കുവാനായി ഒരു വിദ്യാലയം സ്ഥാപിച്ചു. ആലുവ അദ്വൈതാശ്രമത്തിന്റെ ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെട്ട ചരിത്രമാണ് 1924 മാർച്ച് മാസം 3, 4 തീയതികളിൽ ഗുരുദേവന്റെ കാർമ്മികത്വത്തിൽ നടന്ന വാദിക്കാനും ജയിക്കുവാനുമല്ല, അറിയുവാനും അറിയിക്കുവാനുമാണ് എന്ന നിർദ്ദേശത്തോടു കൂടി ഗുരുദേവൻ വിളിച്ചു ചേർത്ത സർവമത സമ്മേളനം. ഈ സമ്മേളനം നടക്കുന്ന പന്തലിലെ പ്രവേശന കവാടത്തിൽ ഈ സർവമത സമ്മേളനത്തിന്റെ ആപ്തവാക്യമായ വാദിക്കാനും ജയിക്കുവാനുമല്ല, അറിയുവാനും അറിയിക്കുവാനുമാണ് എന്ന് എഴുതി വെച്ചിരുന്നു. ഗുരുദേവന്റെ നവോത്ഥാന ചരിത്രത്തിന്റെ 1ാം ഘട്ടം അരുവിപ്പുറവും 2ാം ഘട്ടം ശിവഗിരിയും 3ാം ഘട്ടം ആലുവ അദ്വൈതാശ്രമവും യാഥാർത്ഥ്യമായി. ആലുവയിലും ശിവഗിരിയിലും ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ആലുവ അദ്വൈതാശ്രമത്തിൽ ക്ഷേത്രം സ്ഥാപിക്കുകയോ ദൈവപ്രതിഷ്ഠ നടത്തുകയോ ഉണ്ടായില്ല. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വിശ്വ മഹാസന്ദേശത്തിന്റെ പൂർണ്ണാർത്ഥം ഉൾക്കൊണ്ടാണ് ആശ്രമം ഇന്നും നിലകൊള്ളുന്നത്. ഏത് കാലത്തും ഈ ആശ്രമത്തിൽ എത്തിച്ചേർന്ന ഏതൊരാൾക്കും ഈ ആശ്രമത്തിന്റെ സ്വച്ഛതയും ശാന്തതയും ഒപ്പം ആ പുണ്യാത്മാവിന്റെ നിസാന്നിധ്യവും അനുഭവപ്പെടാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിച്ചു കൊള്ളട്ടെ. ഒപ്പം 2 വാക്കുകൂടി. ഇന്ന് ഈ അനുഗ്രഹീത വേദിയിൽ ഗുരുദേവനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ അവസരം തന്ന എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട എൻ്റെ രവിവാര പാഠശാലയിലെ പ്രിയ അധ്യാപകരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിച്ചു കൊള്ളട്ടെ. നന്ദി.